അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കോളികൾ കേൾക്കാൻ എന്തോ ഒരു ഭംഗിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ബാങ്കോളികളുടെ മാധുര്യവും ആ ശബ്ദ സൗന്ദര്യവും കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആ മദീനയുടെ മിമ്പറിൽ നിന്ന് എല്ലാ ദിവസവും ബാങ്കോളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിനെന്തോ ഒരു ഭംഗി. അങ്ങനെയുള്ളൊരു സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടു കൂടി ബിലാൽ റളിയല്ലാഹു അൻഹുവിന് എന്തെന്നില്ലാത്തൊരു ദുഃഖവും സങ്കടവും ഉണ്ടായപ്പോൾ സിറിയയിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ തങ്ങളും എല്ലാവരും പറയുകയാണ്, നിങ്ങളുടെ ബാങ്കോളികളുടെ ശബ്ദം ഇതോടെ നിൽക്കരുത്, ഇത് തുടരണം. എന്നാലും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുഃഖവും സങ്കടവും കൊണ്ട് അവിടുന്ന് സിറിയയിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി സിറിയയിലെത്തി കുറച്ച് കഴിയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിനാവിൽ വന്ന് പറയും, എന്താണ് ബിലാല്, എന്നോട് പിണങ്ങിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് ചോദിച്ചപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞ് അവിടുന്ന് മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ മദീനയിലേക്ക് എത്തിയപ്പോൾ മദീന നിവാസികൾ മൊത്തം ആ ബിലാൽ റളിയല്ലാഹുവിന്റെ ആ മാധുര്യം നിറഞ്ഞ ആ ബാങ്കോളികൾ കേൾക്കാൻ ആഗ്രഹിച്ചു. അവരുടെ എല്ലാവരുടെയും അനുവാദ പ്രകാരം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പേരക്കുട്ടികൾ അവിടുന്ന് പറയുകയാണ്, ബിലാൽ തങ്ങളെ, നമ്മൾ അവിടുന്ന് ആഗ്രഹിച്ചു പോയി നിങ്ങളുടെ ആ ബാങ്ക് കേൾക്കാൻ, ഒന്നും കൂടി ആ ബാങ്ക് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുമോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയുടെ സമ്മതപ്രകാരം അവിടുന്ന് രണ്ടാം ബാങ്ക് വിളിക്കുകയാണ്. അവിടുന്ന് ബാങ്ക് വിളിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അശ്ഹദു അന്ന മുഹമ്മദൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പേര് കേൾക്കുമ്പോൾ ബോധേക്ഷനായി അവിടുന്ന് വീഴുകയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും കരുണയും കൊണ്ട് അവിടുന്ന് ബോധക്ഷനായി വീഴുകയാണ്. അതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത്രയൊക്കെ സ്നേഹിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി ഇന്ന് ചരിത്ര മേഖലകളിൽ എഴുതി വെക്കാനേ ഉള്ളൂ. നമുക്കൊന്നും അത്രയൊന്നും സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ബിലാൽ റളിയല്ലാഹു അൻഹുയും സ്വഹാബത്തിനെയും പിന്തുടരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.